ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇത്തവണത്തെ ഏഷ്യാ കപ്പിന് ഇന്ന് തുടക്കമാവുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെയാണ് ഇന്ത്യ ഇറങ്ങുക. ആതിഥേയരായ UAE ആണ് ഇന്ത്യയുടെ എതിരാളികൾ. നാളെ രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് ഈ മത്സരം നടക്കുക. മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിന് ഇടം ലഭിക്കാൻ സാധ്യതയില്ല. പകരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിക്കൊണ്ട് ജിതേഷ് ശർമ്മയെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിക്കറ്റ് കീപ്പിങ്ങിന്റെ പരിശീലനമൊക്കെ സഞ്ജു സാംസൺ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ സഞ്ജുവിന് ഇടം ലഭിച്ചേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ രവിശാസ്ത്രി തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ടോപ്പ് 3-യിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തെ വെറുതെ വിടൂ, അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തണം, ഗില്ല് മറ്റേതെങ്കിലും താരത്തിന്റെ പകരമായിക്കൊണ്ട് വരട്ടെ എന്നൊക്കെയാണ് രവിശാസ്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടോപ്പ് 3-യിലെ ഏറ്റവും അപകടകാരിയായ താരമാണ് സഞ്ജു സാംസൺ. അദ്ദേഹത്തെ വെറുതെ വിടൂ, അദ്ദേഹം ടീമിനകത്ത് വേണം. ശുഭ്മാൻ ഗിൽ മറ്റാരുടെയെങ്കിലും പകരമായിക്കൊണ്ട് വരട്ടെ. ഒറ്റയ്ക്ക് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് സഞ്ജു സാംസൺ. ടോപ്പ് 3-യിൽ അദ്ദേഹം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ടീമിന് ഏറ്റവും നല്ലത്. ഇതാണ് രവിശാസ്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സഞ്ജുവിനെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ സഞ്ജുവിനെ ഒഴിവാക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ ടീമിന്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. താരസമ്പന്നമായ ഒരു ടീമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചില താരങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരും. അക്കൂട്ടത്തിൽ സഞ്ജു സാംസണും ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.